അങ്ങനെ അവന് ഒരു സംശയം വരാതിരിക്കാൻ ഒരു ആപ്പിൾ എടുത്ത് തൊളിക്കളിഞ്ഞ് തരാം, ഞാനൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്, ഇതൊക്കെ എളുപ്പമല്ലേ എന്ന് പറഞ്ഞ് അവൾ ആ ആപ്പിൾ മുറിക്കുമ്പോൾ അത് കണ്ടവൻ എന്താണ് കാണിക്കുന്നത്, ഒരു റോബോട്ടിന്റെ എല്ലാ റിയാക്ഷനും ഒരു മനുഷ്യനെ പോലെ തന്നെ ഉണ്ടല്ലോ. അത് കേട്ടവൾ എല്ലാം കഴിഞ്ഞു എന്നിരിക്കുമ്പോൾ സയന്റിസ്റ്റിന് സമ്മതിക്കണം, ഇങ്ങനൊരു റോബോട്ടിനെ യഥാർത്ഥ ഒരു മനുഷ്യനാക്കി എന്ന് കേൾക്കുന്ന അവൾക്ക് ആശ്ചര്യമാവുകയാണ്. അപ്രതീക്ഷിതമായി അവിടെ കൈമുറിഞ്ഞ കാര്യം അവൾ ശ്രദ്ധിക്കുകയും അവനും ആ കാഴ്ച കണ്ട് ഷോക്കാവുന്നു. ഒരു റോബോട്ടിന് ബ്ലഡ് എന്ന് ചോദിക്കുമ്പോൾ ഉടനെ അവൾ സയന്റിസ്റ്റ് ഉണ്ടാക്കിയ സ്പെഷ്യൽ ഓയിൽ ആണെന്ന് പറയുന്നു. അവനത് മണത്തു നോക്കുമ്പോൾ ഇത് യഥാർത്ഥ രക്തം പോലെയാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഇവൻ അവളെ സംശയിക്കുമെന്ന് കരുതുന്നു. പക്ഷെ അവളെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് മരുന്ന് പെട്ടി എടുത്തുകൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവൻ പോകുമ്പോഴാണ് മുറിവിന്റെ വേദനയിൽ അവൾ തുള്ളിച്ചാടുന്നത്. എന്നാൽ അവൻ പോകും വഴി തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു വേദന അവന്റെ മുന്നിൽ കാണിക്കുന്നില്ല. ശേഷം അവളുടെ കയ്യിൽ രക്തം കളഞ്ഞ് അവൻ ഫ്രൂട്ട്സ് മുറിക്കുന്ന കത്തിയെടുത്ത് അവൾക്ക് ഫിസിക്കൽ അറ്റാക്ക് ചെയ്യാനായി വരുമ്പോൾ അവൾ അവന്റെ കൈ തടഞ്ഞു നിർത്തി ഒഴിഞ്ഞ വൈൻ കുപ്പിയെടുത്ത് അവളുടെ തലയിൽ തന്നെ സ്വയം അടിക്കുന്നു. ബോധം കെട്ടുപോയ അവൾക്ക് ഷോർട്ട് സർക്കുലേഷൻ സംഭവിച്ചെന്ന് കരുതി അവളെ എഴുന്നേൽപ്പിക്കാൻ തലയിലും മൂക്കിലും ചെവിയിലും എല്ലാം അവൻ ഞെക്കി നോക്കി. അവസാനം തൊണ്ടയിൽ നിൽക്കുമ്പോഴാണ് അവൾ എഴുന്നേൽക്കുന്നത്.